നമ്മുടെ പ്ലസ് വണ്ണിലുള്ള കുട്ടികൾ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഹാപ്പി ന്യൂസ് അറിയിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതായത് മക്കളെ, നമ്മുടെ എക്സാം വിന്നറിൻ്റെ പ്ലസ് വൺ അഗ്നി ബാച്ച് അനൗൺസ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ കുറേ പ്രോമിസുകൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു അല്ലേ. നമ്മൾ ലൈവ് ക്ലാസ്സിലൂടെ ആയിരിക്കും ക്ലാസ്സുകൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതേപോലെ തന്നെ നിങ്ങൾക്ക് എക്സാമിന് മുൻപായിട്ട് മോഡൽ എക്സാമുകൾ ഉണ്ടാകും. ഏറ്റവും കൂടുതലായിട്ട് നിങ്ങളെല്ലാവരും പലപ്പോഴും പല ലൈവുകളിലായിട്ടും വീഡിയോസിലൂടെ ഒക്കെ കണ്ടിട്ടുള്ളതായിരിക്കും നമ്മുടെ ഒരു റോഡ് മാപ്പ്. നമ്മൾ ഈ ഒരു ദിവസം നമ്മുടെ മോഡൽ എക്സാമിൻ്റെ സിലബസ് കംപ്ലീറ്റ് ചെയ്യും, ഈ ദിവസം നമ്മൾ ക്രിസ്മസ് എക്സാമിൻ്റെ സിലബസ് കംപ്ലീറ്റ് ചെയ്യും, ഈ ദിവസം നമ്മുടെ പബ്ലിക് എക്സാമിൻ്റെ സിലബസ് കംപ്ലീറ്റ് ചെയ്യും. അങ്ങനെ ഒരു റോഡ് മാപ്പ് നിങ്ങളെ കാണിച്ചിരുന്നു അല്ലേ. ആ ഒരു റോഡ് മാപ്പ് കറക്റ്റ് ഡേയിൽ തന്നെ കറക്റ്റ് പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഏറ്റവും ക്വാളിറ്റിയോടുകൂടി, അതായത് തോന്നിയതുപോലെ ക്ലാസ് കണ്ടോ, നിങ്ങൾ കണ്ടോ, നിങ്ങളിത് പഠിച്ചോ, അങ്ങനെ നമ്മൾ തരാതെ പ്രോപ്പറായിട്ട് ലൈവ് ഷെഡ്യൂൾ ചെയ്ത് വെച്ച് ലൈവ് ക്ലാസ്സിലൂടെ ഏറ്റവും ക്വാളിറ്റിയിൽ തന്നെ എൻ്റെ കുട്ടികൾക്ക് നമ്മളെല്ലാവരും നമ്മുടെ എക്സാം വിന്നറിൻ്റെ അഗ്നി ബാച്ചിലെ ക്ലാസ്സുകൾ പോയി. ഓക്കെ, അത് നമ്മൾ സക്സസ്ഫുള്ളി ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിന് ഒരു മാസം മുൻപ് തന്നെ നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ സിലബസ് കംപ്ലീറ്റ് ചെയ്തു എന്നുള്ളൊരു വിവരം നിങ്ങളെ അറിയിക്കാൻ കൂടിയാണ്. അപ്പം ഇനി നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്ന മോഡൽ എക്സാം സീരീസാണ്. അതും നമ്മൾ പ്രോമിസ് ചെയ്തിട്ടുള്ളതായിരുന്നു. നിങ്ങളുടെ ഓണം എക്സാം ആയിക്കോട്ടെ, ക്രിസ്മസ് എക്സാം ആയിക്കോട്ടെ, പബ്ലിക് എക്സാം ആയിക്കോട്ടെ, നിങ്ങളുടെ എക്സാം നിങ്ങൾ എഴുതുന്നതിന് മുൻപായിട്ട് എക്സാം വിന്നറിൻ്റെ ഒരു മോഡൽ എക്സാം നിങ്ങൾ എഴുതും. നിങ്ങളത് പ്രോപ്പറായിട്ട് എഴുതി ഒന്ന് ശീലിച്ചതിന് ശേഷമായിരിക്കും നിങ്ങൾ പോകാൻ പോകുന്നത് എന്നുള്ളത് നമ്മൾ പ്രോമിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് പറയും എൻ്റെ കുട്ടികൾ പലരും ചിന്തിക്കുന്നുണ്ടാവും, മിസ് എന്തിനാണ് ഇപ്പം പ്രോമിസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾ അത് ചെയ്തു ഇത് ചെയ്തു എന്നൊക്കെ പറയുന്നത്. അതായത് പല കുട്ടികൾക്കും ബാച്ചിനെ കുറിച്ച് പറയുമ്പം അവർക്ക് അറിയില്ല, അല്ലെങ്കിൽ അവർ ഇങ്ങനൊരു കാര്യം നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലെങ്കിൽ, നമ്മുടെ എക്സാമിൻ്റെ ബാച്ച് ഇതുവരെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാത്ത മക്കളാണെങ്കിൽ നിങ്ങൾക്ക് അറിയില്ല നമ്മുടെ ബാച്ചിൽ എത്രത്തോളം സ്ട്രക്ചേർഡ് ആയിട്ടാണ് കാര്യങ്ങൾ പോകുന്നത്, എത്രത്തോളം സീരിയസ് ആയിട്ടാണ് നമ്മൾ നമ്മുടെ കുട്ടികളുടെ ക്ലാസ്സുകളെ കാണുന്നത്, അത് അവർക്ക് എത്രത്തോളം വേണ്ട കാര്യങ്ങൾ എങ്ങനെയൊക്കെ ചെയ്യണം എന്ന് അത്രയും പ്ലാനിങ്ങോട് കൂടിയിട്ട് വളരെ സീരിയസ് ആയിട്ട് തന്നെ വളരെയധികം ക്വാളിറ്റിയോട് കൂടെ തന്നെ പോകുന്ന ക്ലാസ്സുകളാണ് നമ്മുടെ ബാച്ച് ക്ലാസ്സുകൾ. അപ്പോൾ അത് എക്സ്പീരിയൻസ് ചെയ്യാത്ത മക്കൾക്ക് ഒരിക്കലും അറിയില്ലാവില്ല ഇങ്ങനെ കറക്റ്റ് ഡേറ്റിലൊക്കെ തീർക്കാൻ പറ്റും, അത് ലൈവ് ക്ലാസ്സിലൂടെ തീർക്കാൻ വേണ്ടി പറ്റും, ഇത്രയും മനസ്സിലാക്കി തരാൻ പറ്റും എന്നുള്ളത്. തീർച്ചയായിട്ടും അത് പറ്റും എന്നുള്ളതിൻ്റെ എക്സാമ്പിളാണ് നമ്മളുടെ കഴിഞ്ഞ വർഷത്തെ നമ്മുടെ അഗ്നി ബാച്ചിൻ്റെ റിസൾട്ട്. ഏകദേശം 20ഓളം കുട്ടികൾക്കാണ് ഫുൾ മാർക്സ് ഇൻ ഓൾ സബ്ജക്ട്സ്. ഓക്കെ, പിന്നെ ബാക്കി ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ തീരില്ല. അതായത് സയൻസ് സബ്ജക്ട്സിൽ ഫുൾ മാർക്സ്, ഓൾ സബ്ജക്ട്സിൽ ഫുൾ A+, അങ്ങനെ ഒരു വലിയ എന്താ പറയുക നിര തന്നെയുണ്ട് നമ്മുടെ ബാച്ച് സ്റ്റുഡൻസിൻ്റെ സക്സസ് റേറ്റ് പറയാനാണെങ്കിൽ. അപ്പോൾ അത്രയും അടിപൊളിയായിട്ട് അവർ ഇത്രയും കറക്റ്റ് കാര്യങ്ങൾ അതേപോലെ തന്നെ ഫോളോ ചെയ്ത് പഠിച്ചത് കൊണ്ടാണ് അവർക്ക് ആ റിസൾട്ട് നേടിയെടുക്കാൻ പറ്റിയത്. അപ്പോൾ ഇത് നിങ്ങളെക്കൊണ്ടും തീർച്ചയായിട്ടും പറ്റുന്നൊരു കാര്യം തന്നെയാണ്. അത് സ്കെഡ്യൂൾഡ് ആയിട്ട് പ്രോപ്പറായിട്ട് നിങ്ങൾ പഠിച്ചു പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ കുട്ടികൾക്ക് അത് അച്ചീവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പർ പ്ലാനിങ്ങും പ്രോപ്പറായിട്ട് നിങ്ങൾ ക്ലാസ്സുകൾ കണ്ട് നിങ്ങൾ അതിൻ്റെ കൂടെ മുന്നോട്ട് വരണം. ഓക്കെ, സോ നമ്മളിതേ സിലബസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ ബാച്ചിൽ മോഡൽ എക്സാം സീരീസാണ് നടക്കാൻ പോകുന്നത്. അതപ്പോൾ എൻ്റെ കുട്ടികൾ അടിപൊളിയായിട്ട് തന്നെ അറ്റൻഡ് ചെയ്യാം. ഓക്കെ, ഇനി അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ, ഇതുവരെ നമ്മുടെ ബാച്ചിനെ കുറിച്ചൊന്നും അറിയില്ല, ബാച്ച് ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല എന്ന് അറിയുന്ന മക്കളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം നമ്മുടെ അഗ്നി ബാച്ചിൽ അഡ്മിഷൻ എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇനിയുള്ള മോഡൽ എക്സാം സീരീസ് എങ്കിലും കിട്ടും. ഇനി മിസ് ഇതൊന്നും ഞങ്ങൾ പഠിച്ചിട്ടില്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് അവിടെയുള്ള ക്ലാസ്സുകൾ ഉപയോഗിച്ച് പഠിച്ചു തുടങ്ങാം. അതിനുള്ള സൗകര്യവും നമ്മുടെ അഗ്നി ബാച്ചിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള മക്കൾക്കാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനി അതല്ല, ക്രിസ്മസ് എക്സാം ഏതായാലും ഇവിടം വരെ എത്തി ഞങ്ങൾ ഏകദേശം പഠിച്ചു പോകുന്നുണ്ട്, പക്ഷേ പബ്ലിക് എക്സാമിനെങ്കിലും പ്രോപ്പറായിട്ട് സ്കെഡ്യൂൾഡ് ക്ലാസ്സസും ഒക്കെ ആയിട്ട് പോകണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് നമ്മുടെ ക്രാഷ് ബാച്ചിൽ അഡ്മിഷൻ എടുക്കാം മക്കളെ. പക്ഷേ നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഉണ്ടായിരിക്കണം. കാരണം ഇതൊരു ഷോർട്ട് ബാച്ചാണ്. 26 ഡിസംബറിന് തുടങ്ങി 10th ഫെബ്രുവരിക്ക് നമ്മൾ അവസാനിക്കും. അപ്പോൾ അതിനിടയിൽ നിങ്ങൾ ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ ബർഡൻ കൂടുകയാണ് ചെയ്യുക. പക്ഷേ നമ്മുടെ കൂടെ തന്നെ സ്റ്റാർട്ടിങ് മുതൽ തന്നെ നിങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രോപ്പർ ടൈം ടേബിളോട് കൂടി തന്നെ ഫോളോ ചെയ്ത് പോകാൻ വേണ്ടി പറ്റും. അപ്പോൾ താല്പര്യമുള്ള മക്കളാണെങ്കിൽ വേഗം തന്നെ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യുക, അഡ്മിഷൻ എടുക്കാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് ബുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നത്, നമ്മുടെ ക്വസ്റ്റ്യൻ ബാങ്കിൻ്റെ ബുക്ക് നിങ്ങൾക്ക് ഫ്രീ ആയി കിട്ടും ടിൽ 20th ഡിസംബർ. ഇതിൻ്റെ ഉള്ളിൽ ജോയിൻ ചെയ്തെങ്കിൽ മാത്രമേ കിട്ടുന്നുണ്ടാവുള്ളൂ. ഓൾറെഡി ബാച്ചിലുള്ള മക്കൾക്ക് ക്രാഷ് കോഴ്സ് വേണമെന്നുണ്ടെങ്കിൽ 50% ഓഫ് ഉണ്ട്. അപ്പോൾ ഇനി ഒട്ടും ലേറ്റ് ആക്കാതിരിക്കുക, താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള ക്ലാസ് നോട്ട്സും അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്ത് നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് വേസ്റ്റ് ആക്കാൻ ടൈമില്ല, പ്രോപ്പറായിട്ട് പഠിച്ചു തുടങ്ങാം. അപ്പോൾ നമ്മുടെ ബാച്ചിലുള്ള കുട്ടികളെല്ലാവരും ഗെറ്റ് റെഡി ഫോർ നിങ്ങളുടെ മോഡൽ എക്സാം സീരീസ്. ഓൾ ദി വെരി ബെസ്റ്റ്. നമ്മൾ അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ ക്രിസ്മസ് എക്സാമും പബ്ലിക് എക്സാമും ഒക്കെ തകർക്കുന്നതായിരിക്കും. നമ്മുടെ എക്സാം സെൻറ്റർ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. ഓക്കെ,